നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഭവ പ്രതിയായോ? ഫേക്ക് ന്യൂസ് ഒന്നും അല്ലല്ലോ, കൺഫേം തന്നെയല്ലേ രവിയേട്ട? അല്ല, ഓൺലൈൻ ന്യൂസ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല, വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിവരം തന്നെയാ. സുശീല ആന്റിയുടെ പരാതിയില് അനുപമയെ ഉടനെ കോടതിയിൽ ഹാജരാക്കും. ഓ ഈശ്വരാ, ഓ ഇപ്പോഴാ വിഷം ചെന്ന വയറൊന്ന് തണുത്തത്. അവളെ ജയിലിൽ കിടക്കണം രവി. അത്രയ്ക്ക് വലിയ പാതകമല്ലേ അവള് ചെയ്തത്. അനുപമ ആഹാരത്തിൽ വിഷം ചേർത്തുവെന്ന് അവളെ അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. ആന്റി പറഞ്ഞതുകൊണ്ട് ഞാനും അത് വിശ്വസിക്കുന്നില്ല. അത് ചിലപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസമാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ അമ്മയെ ജീവന തുല്യം സ്നേഹിച്ച ഇന്ദ്രൻ എന്തുകൊണ്ടായിരിക്കും അമ്മയെ വിശ്വസിക്കാതെ അനുപമയുടെ കൂടെ നിന്നത്? ആര് പറഞ്ഞു അവൻ അമ്മയെ വിശ്വാസമില്ലെന്ന്? അനുപമ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇന്ദ്രൻ ആരോടെങ്കിലും പറഞ്ഞോ? അവള് ചെയ്ത കുറ്റം അവൻ ഏറ്റെടുക്കുകയല്ലേ ചെയ്തുള്ളൂ. അത് ചിലപ്പോ അവളെ ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതായിരിക്കും. പക്ഷേ എന്റെ മോനെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കോ രവി? എന്റെ ഉത്തരവാദിത്വേ ഹർഷയുടെ സഹായത്തോടെ ഞാനും അങ്ങ് ചെയ്തു എന്ന് വിചാരിച്ചോ? രവിയേട്ട, ഇപ്പോ രവിയേട്ടന്റെ ടെൻഷൻ എന്താ? യഥാർത്ഥ കുറ്റവാളി നിയമത്തിനും മുമ്പിൽ വന്നപ്പോ നിരപരാധിയായ ഇന്ദ്രൻ രക്ഷപ്പെട്ടില്ല രവിയേട്ട. രവിക്ക് ഇന്ദ്രനോടുള്ളതിനേക്കാൾ അടുപ്പം അനുപമയോടല്ലേ? അപ്പൊ പിന്നെ അവള് ജയിലിൽ പോകുമ്പോ രവിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുവോ? എന്തടുപ്പം ഉണ്ടെങ്കിലും കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടണ്ടേ രവിയേട്ട? പിന്നെ അത് വേണം. ഇവിടെ കുറ്റം ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ നിന്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കംപ്ലൈന്റ് ഒരു നിരപരാധിയെ ശിക്ഷിക്കാനുള്ളതായിരുന്നുവെന്ന് എന്നെങ്കിലും ഒരിക്കൽ തെളിഞ്ഞാൽ അന്ന് നീ വീട്ടിൽ നിന്നിറങ്ങി ഇവരോടൊപ്പം പൊയ്ക്കോണം.